കേരളത്തിലെ മാധ്യമങ്ങൾക്ക് ഏത് ഭരണത്തിലുമാവട്ടെ ഒരു ഉത്തരവാദിത്വമുണ്ട്. വിവാദങ്ങൾ രൂപപ്പെടുത്തി ആഘോഷിക്കുക എന്നതിനപ്പുറത്തേക്ക് ഭരണം നാടിനെ എങ്ങനെ ബാധിക്കുന്നു, സ്വാധീനിക്കുന്നു, അതിൻ്റെ അടരുകൾ ജനങ്ങളിൽ എത്തിക്കാനും നിരീക്ഷിക്കാനും വലിയ ഉത്തരവാദിത്വമുണ്ട്. ഇന്നലെ നമ്മളിപ്പോൾ ഇവിടെ ആധാരമാക്കിയത് ഇന്നലത്തെ വാർത്താ സമ്മേളനത്തിൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ പറഞ്ഞതിൻ്റെ വളരെ പ്രധാനപ്പെട്ട ചില ഭാഗങ്ങളും അദ്ദേഹം പറയുന്നതിലെ വൈരുദ്ധ്യങ്ങളും അതിവേഗം അത് നിലനിൽക്കാത്തതായി മാറുന്നതുമൊക്കെയാണല്ലോ. അതേ തുടർന്ന് ഇന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ഈ കള്ളാടി ദുരന്തമടക്കം പരാമർശിച്ചുകൊണ്ട് വാർത്താ സമ്മേളനം നടത്തി. നമ്മൾ കണ്ടതാണല്ലോ, കണ്ടോന്ന് എനിക്കറിയില്ല, അതിൻ്റെ കണക്ക് കൂടി ഒന്ന് നോക്കണം. അപ്പോൾ ഇന്നലെ മുഖ്യമന്ത്രി നടത്തിയ വാർത്താ സമ്മേളനത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് ഇന്ന് അദ്ദേഹം വാർത്താ സമ്മേളനം നടത്തിയത്. നോക്കൂ, 52 മിനിറ്റാണ്. കേരളത്തിലെ മാധ്യമങ്ങൾ അതെങ്ങനെയാണ് അതിനെ സമീപിച്ചെന്ന് നോക്കൂ. കാരണം മുഖ്യമന്ത്രി പറഞ്ഞതാ, മനോരമ, എല്ലാ ചാനലുകളുടെയും പേരുകളാണ്, ഞാനൊന്നും ആവർത്തിക്കുന്നില്ല. അതായത് മുഖ്യമന്ത്രി മുന്നോട്ട് വെച്ച വാദഗതികൾ, ആരോപണങ്ങൾ, വിമർശനങ്ങൾ, അതിനൊക്കെ മറുപടി പറഞ്ഞുകൊണ്ടാണ് പ്രതിപക്ഷ നേതാവ് സംസാരിച്ചത്. കേരളത്തിലെ ദൃശ്യമാധ്യമങ്ങൾ എങ്ങനെയാണ് കൈകാര്യം ചെയ്തത്, 1 മിനിറ്റ് പോലും കൊടുക്കാത്ത എത്രയോ മുൻനിര ദൃശ്യമാധ്യമങ്ങൾ, 52 മിനിറ്റ്, കേവലം 8 മിനിറ്റ് കൊടുത്ത ഒരു മാധ്യമം, 7 മിനിറ്റ് മാത്രം കൊടുത്ത മറ്റൊരു മാധ്യമം, ആ രീതിയിലാണ്. യഥാർത്ഥത്തിൽ ഇതാണോ മാധ്യമങ്ങളുടെ ഒരു സമീപനം എന്നുള്ളത് മാധ്യമങ്ങളും ഗൗരവമായി ആലോചിക്കേണ്ടതാണോ രതീഷ് ചക്രപാണി? ഒരു സംശയവുമില്ല ശരത്തെ, ഈ കാര്യത്തിലും യഥാർത്ഥത്തിൽ ഇന്ത്യയിൽ നമ്മൾ കണ്ടിട്ടുള്ള ഒരു മീഡിയ ഉണ്ട്, ഗോദി മീഡിയ എന്ന് പറയുന്ന ഒരു മീഡിയ. അതായത് അർണബ് ഗോസ്വാമിയുടെയൊക്കെ മീഡിയ റിപ്പബ്ലിക്കൊക്കെ തന്നെ 128 ചർച്ചകൾ നടത്തുമ്പോൾ അതിൽ ഈ പറയുന്ന പോലെ 86 എണ്ണവും പ്രതിപക്ഷത്തിനെതിരെയുള്ള ചർച്ചകളായി മാറുന്നത് പോലെ തന്നെ കേരളത്തിലെ മീഡിയകളും മാറിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. അതിനുവേണ്ടി ചർച്ചകളിലേക്ക് അവർ തെരഞ്ഞെടുക്കുന്ന ആളുകളെ മുതൽ, കൃത്യമായി അവർ കൊടുക്കുന്ന സമയം മുതൽ, അവരുടെ ആങ്കർമാർ ഏത് രീതിയിൽ പ്രവർത്തിക്കുന്നു എന്നുള്ളത് മുതൽ കൃത്യമായിട്ട് നോക്കിയാൽ മതി. ഇപ്പൊ ഏറ്റവും ഒടുവിലത്തെ ഒരു ഉദാഹരണം കൂടി നമുക്ക് ചൂണ്ടിക്കാണിക്കാമല്ലോ. കഴിഞ്ഞ ദിവസങ്ങളിൽ 3-ാം തീയതി മാതൃഭൂമി, ആദ്യം എക്കണോമിക് ടൈംസിന്റെ ഇൻഫ്രയിലും അതിനുശേഷം മാതൃഭൂമിയും പ്രസിദ്ധീകരിച്ച ഒരേ വാർത്ത ദേശാഭിമാനി 5-ാം തീയതി പ്രസിദ്ധീകരിച്ചപ്പോൾ അതിനെക്കുറിച്ച് മാതൃഭൂമി വാർത്ത എഴുതി. എങ്ങനെ? ദേശാഭിമാനിയുടെ സോഴ്സ് എന്താണ്? ഈ പറയുന്ന LDF ഗവൺമെന്റ് ആണ്, ആ LDF ഗവൺമെന്റ് കാലത്തിരുന്ന ആളുകളാണെന്ന് എന്ന് പറഞ്ഞാൽ മാധ്യമങ്ങൾ അടിമുടി മാറിക്കൊണ്ടിരിക്കുകയാണ്. ആ മാറുന്നതിന്റെ മാറ്റം തുടങ്ങിയത് ഇപ്പോഴാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. തെരഞ്ഞെടുപ്പിനും ഏതാണ്ട് 6 മാസങ്ങൾക്ക് മുമ്പ് തന്നെ ഒരു പ്രമുഖമായിട്ടുള്ള ഒരു വിഷ്വൽ മീഡിയ, ഈ പറഞ്ഞ സാറ്റലൈറ്റ് ചാനൽ തന്നെ ഒരു ക്യാപ്റ്റൻ എന്ന് പറയുന്ന ഒരു വിളിപ്പേര് വി ഡി സതീശന് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു സ്പെഷ്യൽ ഇന്റർവ്യൂ നടത്തുന്നത് ഞാൻ കണ്ടു. ആ ഇന്റർവ്യൂവിൽ വളരെ ലളിതമായ ചോദ്യങ്ങൾ ചോദിക്കുന്നത് കണ്ടു. അതുകൊണ്ട് ഞാൻ പറയുന്നത് ഇടതുപക്ഷവും അതുപോലെ പ്രതിപക്ഷവും ഒക്കെ തന്നെ ഒരു കാലത്തും ഇല്ലാത്ത വിധം വലിയൊരു ചലഞ്ചാണ് യഥാർത്ഥത്തിൽ നേരിടുന്നത്. അതിന്റെയൊക്കെ കാരണം ഇത്തരത്തിലുള്ള മൂലധന ശക്തികളുടെ ബാക്കിംഗ് ആണ് എന്നുള്ളത് നമ്മൾ മറന്നു പോകരുത്. അതാണ് ഏറ്റവും അപകടകരമായിട്ടുള്ള ഒരു കാര്യം.